തിരുവനന്തപുരം നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറിയ കുന്നിൻ മുകളിലെ പുരാവസ്തു വകുപ്പിൻ്റെ പഴയ മ്യൂസിയം. രാത്രിയുടെ നിശബ്ദത തകർത്ത് ഇൻസ്പെക്ടർ വിജയ് തോമസ് അവിടേക്കെത്തി. മ്യൂസിയത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ശേഖരമായ ആദിത്യവർമ്മൻ്റെ കിരീടം മോഷണം പോയിരുന്നു. എന്നാൽ മോഷണത്തേക്കാൾ വിജയിയെ ഞെട്ടിച്ചത് മ്യൂസിയത്തിൻ്റെ പ്രധാന കാവൽക്കാരനായ ഭാസ്കരൻ്റെ മൃതദേഹമായിരുന്നു. ഭാസ്കരൻ്റെ മരണം വെടിയേറ്റോ കത്തികൊണ്ടോ ആയിരുന്നില്ല. കഴുത്തിൽ ശക്തിയായി അമർത്തിയതിൻ്റെ പാടുകൾ മാത്രം. അതിലുപരി മുറിയിൽ കണ്ട കാഴ്ചകൾ തികച്ചും വിചിത്രമായിരുന്നു. പുരാവസ്തു മ്യൂസിയത്തിലെ മോഷണക്കേസ് ഏറ്റെടുത്ത ഡിറ്റക്റ്റീവ് മാധവൻ ഡോക്ടർ റോയിയുമൊത്ത് സ്ഥലത്തെത്തി. മാധവൻ നിരീക്ഷിക്കാൻ തുടങ്ങി. കാവൽക്കാരൻ്റെ കയ്യിലെ പിടി. മരിച്ച ഭാസ്കരൻ്റെ മുറുകെ പിടിച്ച കൈക്കുള്ളിൽ മാധവൻ എന്തോ കണ്ടെത്തി. അതൊരു കീറിയ തുണിക്കഷണമായിരുന്നില്ല, മറിച്ച് ഒരു പൂർണ്ണ വളരാത്ത നെല്ലിക്കയുടെ പകുതിയായിരുന്നു. ഒരു മോഷ്ടാവ് പഴം കഴിക്കുമോ, അതും ഈ അവസ്ഥയിൽ? മാധവൻ ചിന്തയിലാണ്ടു. വാതിൽക്കലെ താക്കോൽ കൂട്ടം. പ്രധാന വാതിൽ തുറക്കാൻ ഉപയോഗിക്കുന്ന താക്കോലുകൾ നിലത്ത് ചിതറിക്കിടന്നിരുന്നു. അതിൽ ഒരു താക്കോലിന് മാത്രം മറ്റുള്ളവയേക്കാൾ വർണ്ണവ്യത്യാസമുണ്ടായിരുന്നു. അത് പുതിയതായി ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചതോ ആയിരുന്നു. ശേഖരണ പെട്ടിയുടെ ചില്ലുകൾ. കിരീടം വെച്ചിരുന്ന പെട്ടിയുടെ ചില്ലുകൾ ഒരു ചുറ്റിക ഉപയോഗിച്ച് തകർത്ത നിലയിലായിരുന്നു. എന്നാൽ ആ ചില്ലുകഷണങ്ങൾക്കിടയിൽ സ്വർണത്തിൻ്റെ ഒരു നേർത്ത ഇഴ തിളങ്ങുന്നത് മാധവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കിരീടത്തിൽ ഇത്തരമൊരു ഇഴ ഉണ്ടായിരുന്നില്ല. റോയ്, മാധവൻ കുറിച്ചു. നമ്മുടെ കൊലയാളി ധൃതിയിലായിരുന്നില്ല. അവൻ ഇവിടെ ചില സന്ദേശങ്ങൾ അവശേഷിപ്പിച്ചിരിക്കുന്നു. ഈ നെല്ലിക്ക സൂചിപ്പിക്കുന്നത് അവൻ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നോ അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് സമീപം ഒരു നെല്ലിമരം ഉണ്ടെന്നോ ആണ്. പക്ഷേ ആ ചെറിയ സ്വർണ്ണ ഇഴ എന്തിനാണ്? ഡോക്ടർ റോയ് ചോദിച്ചു. മാധവൻ ആ സ്വർണ്ണ ഇഴ ശ്രദ്ധയോടെ എടുത്ത് അതിലേക്ക് നോക്കി. ഇതൊരു കിരീടത്തിൽ നിന്നുള്ളതല്ല റോയ്, ഇതൊരു തരം നേരിയ വില കൂടിയ നൂലാണ്. നമ്മുടെ മോഷ്ടാവ് അല്ലെങ്കിൽ കൊലയാളി കിരീടം മോഷ്ടിച്ചു, പക്ഷേ അതിനു മുൻപ് മറ്റെന്തോ വിലപിടിപ്പുള്ളത് ആരോപണങ്ങളെ വഴിതിരിച്ചു വിടാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ കിരീടം മോഷ്ടിച്ചയാളല്ല ഭാസ്കരനെ കൊന്നതെന്നാണോ? വിജയ് തോമസ് സംശയത്തോടെ ചോദിച്ചു. മാധവൻ ജനലിലൂടെ പുറത്തെ തണുപ്പുള്ള ഇരുട്ടിലേക്ക് നോക്കി. ഇവിടെ 2 കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു വിജയ്. ഒന്ന് മോഷണം, മറ്റൊന്ന് മനുഷ്യൻ്റെ ജീവനെടുത്ത ക്രൂരത. ഈ നെല്ലിക്കയും പുതിയ താക്കോലും നമ്മെ ആ നിശബ്ദനായ കാവൽക്കാരനിലേക്ക് എത്തിക്കും. കാവൽക്കാരൻ മരിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചിരിക്കാം. അതല്ലെങ്കിൽ നെല്ലിക്കയുടെ കയ്പ് അവൻ്റെ മനസ്സിൽ ഒരു ഓർമ്മയായി. മാധവൻ ഡോക്ടർ റോയിയെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കാൻ നിർദ്ദേശിച്ച ശേഷം നെല്ലിക്കയുടെ തുമ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇൻസ്പെക്ടർ വിജയ് തോമസ് അവിടുത്തെ മ്യൂസിയം ഡയറക്ടറെ വിളിപ്പിച്ചു. വിജയ്, മ്യൂസിയം പരിസരത്ത് എവിടെയെങ്കിലും നെല്ലിമരമുണ്ടോ? മാധവൻ്റെ ചോദ്യം ലളിതമായിരുന്നു. ഡയറക്ടർ, ഒരു മധ്യവയസ്കനായ വ്യക്തി, ഭയത്തോടെ തലയാട്ടി. ഇല്ല സർ, മുൻവശത്തെ പൂന്തോട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. പിന്നിൽ ഒരു കാടാണ്, അവിടെയെങ്ങാനും ഉണ്ടാവാം. മാധവൻ ഒരു ടോർച്ചെടുത്ത് മ്യൂസിയത്തിൻ്റെ പിൻഭാഗത്തേക്ക് നടന്നു. ഏകദേശം 20 അടി ദൂരത്തിൽ കൽക്കെട്ടുകൾക്ക് സമീപം ഒരു ചെറിയ കാട്ടുനെല്ലിമരം കണ്ടെത്തി. അതിൻ്റെ ചില്ലകൾ ഒടിഞ്ഞ് നിലത്ത് പുതിയ ചെളി പുരണ്ടിരുന്നു. നോക്കൂ വിജയ്, മാധവൻ ചെളിയിലേക്ക് വിരൽ ചൂണ്ടി. നമ്മുടെ കൊലയാളി ഇവിടെ നിന്നാണ് മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ചത്. ഈ ഭാഗം കാവൽക്കാർ ശ്രദ്ധിക്കാത്ത ഇടമാണ്. എന്നാൽ ഒരു സാധാരണ മോഷ്ടാവ് ഇത്രയും ദൂരമുള്ള ഒരു മരം കടന്ന് അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഈ വഴി ആയിരിക്കുമോ തിരഞ്ഞെടുക്കുക? ഇല്ല, ഈ വഴി അവന് പരിചിതമാണ്. അവൻ ഭാസ്കരൻ്റെ കയ്യിൽ കണ്ട പുതിയ താക്കോൽ കൂട്ടം വീണ്ടും പരിശോധിച്ചു. പുതിയ താക്കോൽ ഒരു പ്രത്യേക പഴയ സ്റ്റോർ റൂമിൻ്റേതാണെന്ന് ഡയറക്ടർ സ്ഥിരീകരിച്ചു. ആ റൂം വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ താക്കോൽ ഡയറക്ടറുടെ കൈവശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഭാസ്കരന്റെ മരണം സംഭവിച്ച രീതി നോക്കൂ. കഴുത്തിൽ ശക്തിയായി അമർത്തി ശ്വാസം മുട്ടിച്ചു. ഇത് വിദ്വേഷത്തോടെയോ അല്ലെങ്കിൽ വളരെ അടുത്തറിയുന്ന ഒരാൾക്ക് മാത്രം പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോഴോ ആകാം. മാധവൻ സ്റ്റോർ റൂമിൻ്റെ പൂട്ടിലേക്ക് നോക്കി. ഭാസ്കരന് ഈ സ്റ്റോർ റൂമിനെക്കുറിച്ച് അറിയാമായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചു. അവർ സ്റ്റോർ റൂം തുറന്നു. അകത്ത് പുരാവസ്തുക്കളോ നിധികളോ ഉണ്ടായിരുന്നില്ല. പൊടി പിടിച്ച പഴയ ഫയലുകളും തുരുമ്പിച്ച ഉപകരണങ്ങളും മാത്രം. എന്നാൽ ഒരു മൂലയിൽ പഴയ തടിപ്പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഒരു പഴയ ഡയറി മാധവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഡയറിയുടെ ഉടമ ഭാസ്കരൻ. മാധവൻ ഡയറി തുറന്നു. അതിലെ അവസാന പേജുകളിൽ കുറിച്ചിരുന്നത് ഇപ്രകാരമാണ്: ഒക്ടോബർ 12. അയാൾ വീണ്ടും വന്നു. കിരീടത്തെക്കുറിച്ചുള്ള ആ സത്യം പുറത്തു പറഞ്ഞാൽ അവർ എൻ്റെ കുടുംബത്തെ വെറുതെ വിടില്ല. എനിക്ക് പണം വേണ്ട, എൻ്റെ ജീവിതം മതി. ഒക്ടോബർ 15. എൻ്റെ കയ്യിലുള്ള രഹസ്യം അയാൾക്ക് അറിയണം. സ്റ്റോർ റൂമിലെ പഴയ ഭൂപടം, അതിലാണ് എല്ലാം. മാധവൻ ഡയറി അടച്ചു. നമ്മുടെ കാവൽക്കാരൻ ഒരു സാധാരണ ജീവനക്കാരനായിരുന്നില്ല വിജയ്. അയാൾ ഈ മ്യൂസിയത്തിലെ ഒരു ചലിക്കുന്ന രഹസ്യപ്പെട്ടിയായിരുന്നു. അയാൾക്ക് അറിയാമായിരുന്ന സത്യം പുറത്തു പോകാതിരിക്കാൻ കൊലയാളി ആദ്യം കിരീടം മോഷ്ടിച്ചു. എന്നിട്ട് ഭാസ്കരനെ നിശബ്ദനാക്കി. കിരീടം ഒരു വഴി തിരിച്ചുവിടൽ മാത്രമാണ്. അവന് വേണ്ടത് സ്റ്റോർ റൂമിലെ ഭൂപടമാണ്. ഭൂപടമോ? എങ്ങോട്ട് നയിക്കുന്ന ഭൂപടം? വിജയ് ആകാംക്ഷയോടെ ചോദിച്ചു. അത് ആദിത്യവർമ്മന്റെ കിരീടത്തിന്റെ യഥാർത്ഥ മൂല്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കാം വിജയ്. അല്ലെങ്കിൽ കിരീടത്തേക്കാൾ വലിയ മറ്റെന്തോ ഒന്നിൻ്റെ രഹസ്യം. മാധവൻ പുസ്തകങ്ങളുടെ അലമാരകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു ചുരുളൻ ഭൂപടം കണ്ടെടുത്തു. സ്റ്റോർ റൂമിൽ നിന്ന് കണ്ടെത്തിയ പഴയ മഞ്ഞളിച്ച ഭൂപടം മാധവന്റെ കയ്യിലിരുന്നു. അത് ആധുനിക സർവേ ഭൂപടമായിരുന്നില്ല. കൈകൊണ്ട് വരച്ച ചില പുരാതന അടയാളങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. മഷി ഉപയോഗിച്ച് ഭൂപടത്തിൻ്റെ മുകളിൽ വൃത്താകൃതിയിൽ ചുവന്ന മഷിയിൽ ഒരു ചിഹ്നം വരച്ചിരുന്നു. ഒരു തലകീഴായി വെച്ച ത്രികോണത്തിനുള്ളിൽ ഒരു താമര. മാധവൻ ഭൂപടം വലിയൊരു മേശപ്പുറത്ത് വിടർത്തി. വിജയ്, ഇത് തിരുവനന്തപുരം നഗരത്തിൻ്റെ പഴയ രൂപരേഖയാണ്. പക്ഷേ ഈ ചിഹ്നം... അവൻ വിരൽ താമരയുടെ ചിഹ്നത്തിന് മുകളിലൂടെ ഓടിച്ചു. ഇതൊരു പ്രത്യേക പുരാതന രഹസ്യ സങ്കേതത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു പഴയ കുടുംബത്തിൻ്റെയോ അടയാളമായിരിക്കാം. ഭാസ്കരൻ്റെ ഡയറിയിലെ അയാൾ ഈ അടയാളമുള്ള ഒരാളായിരിക്കണം. ഈ സമയം ഡോക്ടർ റോയ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി എത്തി. മാധവൻ, ഭാസ്കരൻ്റെ മരണം സംഭവിച്ചത് ശ്വാസം മുട്ടിച്ചതിനാലാണ്. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. മരിക്കുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പ് അദ്ദേഹം നാരങ്ങയുടെയോ നെല്ലിക്കയുടെയോ ഉയർന്ന അളവിലുള്ള എന്തോ കഴിച്ചിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ ഞെരുക്കൽ പാടുകൾ ഒരു സാധാരണ മനുഷ്യൻ്റേതിനേക്കാൾ വളരെ ബലവാനായ ഒരാളാണ് വരുത്തിയതെന്ന് സൂചിപ്പിക്കുന്നു. പാടുകൾ കൃത്യമാണ്. ഒരുതരം പരിശീലനം ലഭിച്ച രീതിയിൽ കഴുത്തിലെ ധമനികളെ ലക്ഷ്യമിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാധവന്റെ കണ്ണുകൾ തിളങ്ങി. ബലവാനായ ഒരാൾ, പരിശീലനം ലഭിച്ച രീതി, നാരങ്ങ അല്ലെങ്കിൽ നെല്ലിക്കയുടെ അംശം. ഓർമ്മയില്ലേ റോയ്, ഭാസ്കരന്റെ കയ്യിൽ നമ്മൾ കണ്ടത് നെല്ലിക്കയുടെ പകുതിയാണ്. ഈ നാരങ്ങയുടെ അംശം എവിടെ നിന്ന് വന്നു? വിജയ് ഇടപെട്ടു. സർ, ഒരു സാധ്യത. ഭാസ്കരൻ പുകവലിക്കുന്ന ശീലമുള്ള ആളായിരുന്നില്ല. പക്ഷേ മ്യൂസിയം ഡയറക്ടറുടെ മുറിയിൽ വെച്ച് ഇയാൾ ഇടയ്ക്കിടെ നാരങ്ങ ഇലകൾ ചവയ്ക്കാറുണ്ട് എന്ന് മറ്റു ജീവനക്കാർ പറഞ്ഞിട്ടുണ്ട്. വായ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. നല്ല നിരീക്ഷണം വിജയ്. അപ്പോൾ നെല്ലിക്ക കൊലയാളി ഇട്ടതാണ്, നാരങ്ങ ഇര ചവച്ചതാണ്. മാധവൻ നിഗമനത്തിലെത്തി. കൊലയാളി ഭാസ്കരന്റെ കയ്യിൽ നെല്ലിക്ക വെച്ചത് ഞങ്ങളെയോ മറ്റാരെയെങ്കിലുമോ നെല്ലിമരമുള്ള പിൻഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ്. അഥവാ തെളിവുകൾക്ക് വേണ്ടി ഒരു വഴിതിരിച്ചുവിടൽ തന്ത്രം. അവൻ ഭൂപടത്തിലേക്ക് തിരിഞ്ഞു. താമരച്ചിഹ്നം അടയാളപ്പെടുത്തിയ സ്ഥലം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള വർഷങ്ങളായി ഉപയോഗിക്കാത്ത ഒരു പഴയ തോട്ടമുത്തശ്ശി ബംഗ്ലാവിന്, ഓൾഡ്
പ്ലാന്റേഷൻ ബംഗ്ലാവ് സമീപമായിരുന്നു. നമ്മുടെ കൊലയാളി വളരെ ബുദ്ധിശാലിയാണ് വിജയ്. അവൻ ഞങ്ങളെ നെല്ലിമരത്തിലേക്ക് ആകർഷിച്ചു, ഞങ്ങളെ സ്റ്റോർ റൂമിലേക്ക് ആകർഷിച്ചു. ഇപ്പോൾ ഈ ഭൂപടം വെച്ച് അവൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. മാധവൻ്റെ മുഖത്തൊരു ആലോചനയുടെ ഭാവം. പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഭാസ്കരൻ്റെ ഡയറിയിൽ ഒക്ടോബർ 15 എന്ന് രേഖപ്പെടുത്തിയ പേജിൻ്റെ മഷി മറ്റു പേജുകളിലെ മഷിയേക്കാൾ പുതിയതാണ്. ഈ ഡയറി കൊലയാളിക്ക് വേണ്ടി ഭാസ്കരൻ എഴുതി വെച്ചതല്ല, മറിച്ച് കൊലപാതകിക്ക് ശേഷം ആരെങ്കിലും അവിടെ എഴുതി ചേർത്തതാണ്. മാധവൻ്റെ കണ്ണുകൾ മിന്നി. നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആദിത്യവർമ്മൻ്റെ കിരീടം മോഷ്ടിച്ച ആളെക്കുറിച്ചല്ല, മറിച്ച് ഈ പുരാവസ്തു വകുപ്പിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരാളെക്കുറിച്ചാണ്. ഭാസ്കരൻ്റെ ഡയറി തിരുത്തി എഴുതിയത് ആ തോട്ടമുത്തശ്ശി ബംഗ്ലാവിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ്. മാധവൻ്റെ നിഗമനം വിജയിയെ ഞെട്ടിച്ചു. കൊലപാതകവും മോഷണവും മ്യൂസിയത്തിലെ ജീവനക്കാർക്കിടയിൽ നിന്ന് തന്നെയാകാം എന്ന സാധ്യത അവനെ അസ്വസ്ഥനാക്കി. മാധവൻ, ഡയറി തിരുത്തി എഴുതാൻ തക്ക ധൈര്യവും സമയവും കിട്ടിയത് ഡയറക്ടർക്ക് മാത്രമാണോ? വിജയ് സംശയം പ്രകടിപ്പിച്ചു. ഡയറക്ടർക്ക് മാത്രമല്ല വിജയ്, മ്യൂസിയത്തിൻ്റെ ആന്തരവൃത്തത്തിൽ ഉള്ള ആർക്കും. മ്യൂസിയം ഡയറക്ടർ, പുരാവസ്തു ഗവേഷകൻ, അല്ലെങ്കിൽ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ട്രസ്റ്റി അംഗം. ഈ കൊലയാളിക്ക് ആദിത്യവർമ്മൻ്റെ കിരീടം മാത്രമല്ല വേണ്ടത്, ഭാസ്കരൻ്റെ നിശബ്ദതയാണ്. ഭാസ്കരൻ്റെ ഡയറിയിലെ തിരുത്തൽ ഒരു ശ്രദ്ധാമാറ്റമായിരുന്നു, എന്നാൽ ആ സ്വർണ്ണ ഇഴ നമ്മൾ മറക്കരുത്. മാധവൻ വീണ്ടും കിരീടം വെച്ചിരുന്ന തകർന്ന പെട്ടിക്കരിക്കിലേക്ക് നടന്നു. സ്വർണ്ണ ഇഴ അവൻ്റെ വിരൽത്തുമ്പിൽ തിളങ്ങി. അവൻ മ്യൂസിയം ഡയറക്ടറെ വിളിപ്പിച്ചു. സർ, മോഷണം പോയ കിരീടത്തിൽ ഇത്തരത്തിൽ നേരിയ സ്വർണ്ണ നൂലുകളോ ഇഴകളോ ഉണ്ടോ? ഡയറക്ടർ വികാരാധീതനായി. ഇല്ല, കിരീടം കട്ടിയുള്ള സ്വർണം കൊണ്ടുള്ളതാണ്, അങ്ങനെയുള്ള നൂലുകൾ അതിലില്ല. എങ്കിൽ ഈ നൂൽ എവിടെ നിന്നാണ് വന്നത്? മാധവൻ ഡയറക്ടറുടെ കോട്ടിൻ്റെ അറ്റത്തേക്ക് വിരൽ ചൂണ്ടി. സർ, ഇത്തരത്തിലുള്ള നേർത്ത സ്വർണ്ണ നൂലുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത് വളരെ വില കൂടിയ പട്ടുസാരികളിലോ അതല്ലെങ്കിൽ ഉയർന്ന നിലവാരമുള്ള സ്റ്റേജ് വസ്ത്രങ്ങളിലോ ആണ്. നമ്മുടെ കൊലയാളി ഇവിടേക്ക് എന്തെങ്കിലും ഒളിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ ഇഴ കിരീടത്തിൻ്റെ പെട്ടിയിൽ വീണതാകാം. മാധവൻ ഡയറക്ടറുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നിങ്ങൾ ഒരു പട്ടുവസ്ത്രം ധരിച്ച വ്യക്തിയെ അടുത്തിടെ ഇവിടെ വെച്ച് കണ്ടോ? ഡയറക്ടർ ഭയന്ന് പരുങ്ങി. ഇല്ല, അങ്ങനെയൊരാളെ. പക്ഷേ ഇന്നലെ വൈകുന്നേരം കിരീടം മാറ്റിവെക്കുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ സഹപ്രവർത്തകനും മ്യൂസിയത്തിലെ പ്രധാന പുരാവസ്തു ഗവേഷകനുമായ ഡോക്ടർ ഹരിലാൽ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക ഗവേഷണ റിപ്പോർട്ട് ഡൽഹിയിലേക്ക് അയക്കുന്ന തിരക്കിലായിരുന്നു. സാധാരണ അദ്ദേഹം വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഡോക്ടർ ഹരിലാലിൻ്റെ ഭാര്യ ശ്രീദേവി, നഗരത്തിലെ ഒരു പ്രശസ്ത പട്ട് വസ്ത്രവ്യാപാരിയുടെ മകളാണ്. അവർക്ക് ഇവിടെ പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട്. മാധവൻ്റെ കണ്ണുകൾക്ക് മൂർച്ചയേറി. ഡോക്ടർ ഹരിലാൽ, പുരാവസ്തു ഗവേഷകൻ, ഭാസ്കരൻ്റെ ഡയറി തിരുത്തി എഴുതാനുള്ള കഴിവ്, മ്യൂസിയത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, കൂടാതെ ആദിത്യവർമ്മൻ്റെ കിരീടത്തിൻ്റെ യഥാർത്ഥ മൂല്യവും രഹസ്യവും അറിയാൻ സാധ്യതയുള്ളയാൾ. മാധവൻ വിജയിയെ നോക്കി. വിജയ്, ഡോക്ടർ ഹരിലാലിനെ കണ്ടുപിടിക്കുക. അയാൾ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്തുക. ഡോക്ടർ റോയ് കിരീടം മോഷ്ടിക്കപ്പെട്ട പെട്ടിയിലെ ഗ്ലാസ് കഷണങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുക. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഈ സ്വർണ്ണ ഇഴയുടെ കൂടെ നമ്മൾ കണ്ടെത്തിയ ഗ്രാഫൈറ്റ് അംശം ഡോക്ടർ ഹരിലാലിൻ്റെ ഓഫീസിൽ കാണും. ഗവേഷണ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. മാധവൻ്റെ നിർദ്ദേശപ്രകാരം വിജയ് തോമസ് ഉടൻ തന്നെ ഡോക്ടർ ഹരിലാലിൻ്റെ വസതിയിലേക്ക് ഒരു സംഘത്തെ അയച്ചു. ഡോക്ടർ റോയ് കിരീടം തകർത്ത പെട്ടിയിലെ ഗ്ലാസ് കഷണങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്കായി ലാബിലേക്ക് മാറ്റി. മാധവൻ ഡോക്ടർ ഹരിലാലിൻ്റെ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. ഹരിലാലിൻ്റെ ഓഫീസ് വൃത്തിയായി സൂക്ഷിച്ചിരുന്നു. എന്നാൽ മാധവന് ഇഷ്ടപ്പെട്ടത് വൃത്തിയുള്ള മുറികളല്ല, മറിച്ച് അസ്വാഭാവികമായ വ്യതിചലനങ്ങളാണ്. മാധവൻ്റെ നിരീക്ഷണങ്ങൾ. 1. പുസ്തക ഷെൽഫ്. അടുക്കി വെച്ച പുസ്തകങ്ങൾക്കിടയിൽ ഏറ്റവും താഴത്തെ തട്ടിൽ
ഒരു പുസ്തകം മറ്റുള്ളവയിൽ നിന്ന് 1 ഇഞ്ച് അകന്നു മാറി നിന്നിരുന്നു. അത് ചോള രാജാക്കന്മാരുടെ നാണയശാസ്ത്രം എന്ന പുസ്തകമായിരുന്നു. മാധവൻ ആ പുസ്തകം എടുത്ത് പരിശോധിച്ചു. അതിനുള്ളിൽ ഉണങ്ങിയ വെറ്റിലയുടെ ഒരില ഒളിപ്പിച്ചു വെച്ചിരുന്നു. 2. ഡെസ്ക് ടോപ്പ്. മേശപ്പുറത്ത് സാധാരണയായി കാണേണ്ടുന്ന കമ്പ്യൂട്ടറിൻ്റെ മൗസിൻ്റെ അടിയിൽ നേരിയ ചെളിയുടെ പാടുകൾ. ഇത് മ്യൂസിയം പിൻഭാഗത്തെ നെല്ലിമരത്തിൻ്റെ സമീപത്തുണ്ടായിരുന്ന ചെളിക്ക് സമാനമായിരുന്നു. 3. മാറ്റി എഴുതിയ റിപ്പോർട്ട്. മേശപ്പുറത്ത് ഒരു ഗവേഷണ റിപ്പോർട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് കിടക്കുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് കൈകൊണ്ട് കൂട്ടിച്ചേർത്ത ചില തിരുത്തലുകൾ മാധവൻ കണ്ടു. ഈ തിരുത്തലുകൾ വരുത്തിയത് മഷിപ്പേന കൊണ്ടായിരുന്നില്ല, മറിച്ച് കട്ടിയുള്ള ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചായിരുന്നു. മാധവൻ ആ ഗ്രാഫൈറ്റ് തിരുത്തലുകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. അത് തകർന്ന ചില്ലുപെട്ടിയിൽ നിന്ന് കിട്ടിയ ഗ്രാഫൈറ്റ് അംശവുമായി തികച്ചും പൊരുത്തപ്പെടുന്നതായി മാധവൻ്റെ മനസ്സ് മന്ത്രിച്ചു. റോയ്, നമ്മുടെ ഡോക്ടറാണ് കളിച്ചത്. ഈ വെറ്റില ചില പഴയ ആചാരങ്ങളുടെ സൂചനയാണ്. പുരാവസ്തു ഗവേഷകർ വെറ്റില ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ പാരമ്പര്യമായി സമ്പന്നരായ ചില പഴയ കുടുംബങ്ങൾക്ക് ഈ ശീലമുണ്ട്. കിരീടം മോഷ്ടിച്ചത് കിരീടത്തിൻ്റെ മൂല്യം അറിയാവുന്ന, അത് സ്വന്തമാക്കാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ സമയം വിജയ് വിളിച്ചു. മാധവൻ, ഹരിലാലിൻ്റെ ഭാര്യ ശ്രീദേവി വീട്ടിലുണ്ട്. ഡോക്ടർ ഹരിലാൽ തലേദിവസം രാത്രി 11 മണിക്ക് ഗവേഷണത്തിനായി മംഗലാപുരത്തേക്ക് പോയെന്നാണ് ഭാര്യ പറയുന്നത്. എന്നാൽ ശ്രീദേവി വളരെ പരിഭ്രാന്തയാണ്. അവളുടെ പട്ടുസാരിയുടെ അറ്റത്ത് ഒരു ചെറിയ കീറൽ ഞാൻ കണ്ടു. കൂടാതെ വീടിൻ്റെ പിൻഭാഗത്തെ വാതിൽ പൂട്ടാൻ ശ്രമിച്ചതിൻ്റെ പാടുകളുണ്ട്. മാധവൻ തലയാട്ടി. ശ്രീദേവി പഴയ കുടുംബത്തിലെ അംഗം, പട്ടുവസ്ത്രം ധരിക്കുന്നവൾ. അവരുടെ സാരിയിൽ നിന്നായിരിക്കാം ആ സ്വർണ്ണ ഇഴ മ്യൂസിയത്തിൽ വീണത്. അവർ ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. മംഗലാപുരം എന്നത് ഒരു വ്യാജ സൂചനയാണ്. മാധവൻ പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മിച്ചു. വിജയ്, ഡോക്ടർ ഹരിലാൽ തൻ്റെ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ നിന്ന് എന്തെങ്കിലും ഫയലുകൾ അവസാനമായി പ്രിൻ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആ കമ്പ്യൂട്ടർ വിദഗ്ധനോട് പറയുക. എനിക്ക് തോന്നുന്നത് ഡയറിയിൽ തിരുത്തിയ അതേ വിവരങ്ങൾ ഒരുപക്ഷെ രഹസ്യമായി മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കാൻ ഹരിലാൽ ശ്രമിച്ചിട്ടുണ്ടാകും. വിജയ് തോമസ് ഉടൻ തന്നെ കമ്പ്യൂട്ടർ വിദഗ്ധനെ ഡോക്ടർ ഹരിലാലിൻ്റെ ഓഫീസിലേക്ക് അയച്ചു. മാധവൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഡോക്ടർ ഹരിലാൽ തൻ്റെ ഓഫീസിൽ നിന്ന് പോകുന്നതിന് തൊട്ടു മുമ്പ് പ്രിൻ്റ് ചെയ്ത ഫയലുകൾ വിദഗ്ധൻ പരിശോധിച്ചു. സർ, വിദഗ്ധൻ റിപ്പോർട്ട് ചെയ്തു. അവസാനമായി പ്രിൻ്റ് ചെയ്തത് ഇന്നലെ രാത്രി 10:30 ഒരു സാധാരണ ഗവേഷണ റിപ്പോർട്ടിൻ്റെ കോപ്പി. എന്നാൽ സിസ്റ്റം ലോഗുകൾ പരിശോധിച്ചപ്പോൾ അതിനും 5 മിനിറ്റ് മുമ്പ് അദ്ദേഹം ഒരു പഴയ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവിലേക്ക് കണക്ട് ചെയ്തിരുന്നു എന്ന് കാണിക്കുന്നു. ഈ സിസ്റ്റത്തിൽ സാധാരണയായി ഫ്ലോപ്പി ഡ്രൈവ് ഉപയോഗിക്കാറില്ല. മാധവൻ്റെ കണ്ണുകൾ തിളങ്ങി. ഫ്ലോപ്പി ഡിസ്ക്, പഴയ സാങ്കേതിക വിദ്യ. തൻ്റെ രഹസ്യങ്ങൾ മറ്റൊരാൾ കണ്ടെത്തരുതെന്ന് ആഗ്രഹിക്കുന്ന, പഴയ രീതികൾ പിന്തുടരുന്ന ഒരാൾക്ക് ഇത് മികച്ച വഴിയാണ്. മാധവൻ ഉടൻ തന്നെ ഡെസ്കിൻ്റെ ഡ്രോയറുകൾ പരിശോധിച്ചു. ഒരു പഴയ പെൻസിൽ ബോക്സിനുള്ളിൽ പൊടി പിടിച്ച ഒരു ചെറിയ ഫ്ലോപ്പി ഡിസ്ക് കണ്ടെത്തി. വിജയ്, ഡോക്ടർ ഹരിലാലിനെ മംഗലാപുരത്തേക്ക് പോകാൻ സഹായിച്ചത് അയാളുടെ ഭാര്യ ശ്രീദേവിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ മംഗലാപുരത്തേക്ക് പോയിട്ടുണ്ടാവില്ല. അയാൾ ഇപ്പോഴും ഈ നഗരത്തിൽ തന്നെയോ അല്ലെങ്കിൽ സമീപത്തും ഉണ്ടാകാം. ഈ ഫ്ലോപ്പി ഡിസ്ക് ഇതിൻ്റെ താക്കോലാണ്. വിദഗ്ധൻ ഫ്ലോപ്പി ഡിസ്ക് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തു. അതിൽ ഒരൊറ്റ ഫയൽ മാത്രം, പ്രോജക്റ്റ് ആദിവർമ്മൻ .doc. ഫയൽ തുറന്നപ്പോൾ അതിൽ ആദിത്യവർമ്മൻ്റെ കിരീടത്തിൻ്റെ വിശദമായ വിവരങ്ങൾ, ചരിത്രപരമായ പശ്ചാത്തലം, അതിൻ്റെ ഭൗതിക അളവുകൾ എന്നിവ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും താഴെ ഒറ്റ വരിയിൽ ഒരു കുറിപ്പ്: കിരീടം യഥാർത്ഥമല്ല, ഒളിപ്പിച്ച സ്ഥലം കായംകുളം, താമരയുടെ മുദ്ര. കായംകുളം. വിജയ് ഞെട്ടി.
തിരുവനന്തപുരത്ത് നിന്ന് വളരെ ദൂരെയാണ് ഇപ്പോൾ കിരീടം മോഷ്ടിച്ചത്. കിരീടം ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയല്ല, മറിച്ച് മറ്റെവിടെയോ ഉള്ള യഥാർത്ഥ കിരീടത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ്. ഈ മ്യൂസിയത്തിനുള്ളിലുള്ളത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. മാധവൻ ചിരിച്ചു. തീർച്ചയായും, അതുകൊണ്ടാണ് ഭാസ്കരൻ കൊല്ലപ്പെട്ടത്. അയാൾക്ക് അറിയാമായിരുന്നു ഈ മ്യൂസിയത്തിലുള്ളത് വ്യാജമാണ്, യഥാർത്ഥ കിരീടം മറ്റെവിടെയോ ആണെന്ന്. അയാളെ കൊന്നത് യഥാർത്ഥ കിരീടത്തിൻ്റെ രഹസ്യം മറ്റാരും അറിയാതിരിക്കാനാണ്. അവൻ ഫ്ലോപ്പി ഡിസ്കിലെ കോർഡിനേറ്റുകൾ ശ്രദ്ധിച്ചു. ഈ കോർഡിനേറ്റുകൾ കായംകുളത്തെ ഒരു പഴയ ക്ഷേത്രക്കുളത്തിന് സമീപമുള്ള സ്ഥലമാണ്. താമരയുടെ മുദ്ര ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം ഡോക്ടർ ഹരിലാലും കായംകുളവുമാണ്, വിജയ് പറഞ്ഞു. മാധവൻ തലയാട്ടി. പക്ഷേ അവൻ്റെ കണ്ണുകൾ ഹരിലാലിൻ്റെ ഡെസ്കിൽ മൗസിനടിയിൽ കണ്ട ചെളിപ്പാടുകളിൽ തങ്ങി നിന്നു. കാത്തിരിക്കൂ വിജയ്, ഹരിലാൽ തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകും. ഒരു ചെറിയ കാര്യം കൂടി, ഹരിലാലിൻ്റെ ഭാര്യ ശ്രീദേവി മംഗലാപുരത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതായി പറഞ്ഞിരുന്നു. ടിക്കറ്റ് റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട്. മാധവൻ്റെ സംശയം ശരിയായിരുന്നു. വിജയ് തോമസ് ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർ ഹരിലാലിൻ്റെ മംഗലാപുരത്തേക്കുള്ള വിമാന ടിക്കറ്റ് യാത്രയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് റദ്ദാക്കിയെന്നും അതിൻ്റെ പണം ഡോക്ടർ ഹരിലാലിൻ്റെ ഭാര്യ ശ്രീദേവിയുടെ പേരിലുള്ള സംയുക്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ നൽകിയെന്നും മനസ്സിലാക്കി. അവൾ ഭർത്താവിനെ സംരക്ഷിക്കാൻ മാത്രമല്ല, അയാളുടെ തട്ടിപ്പിൽ സഹായിക്കുകയും ചെയ്തിരിക്കുന്നു വിജയ്, മാധവൻ പറഞ്ഞു. ശ്രീദേവി അറിയാതെ ആ സ്വർണ്ണയിഴ മ്യൂസിയത്തിൽ വീഴില്ല. വിജയിയും സംഘവും ഡോക്ടർ ഹരിലാലിൻ്റെ വസതിയിലേക്ക് തിരികെ പോയി ശ്രീദേവിയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അതേസമയം ഡോക്ടർ റോയ് കിരീടത്തിൻ്റെ പെട്ടിയിലെ ഗ്ലാസ് കഷണങ്ങൾ പരിശോധിച്ചതിൻ്റെ ഫലം മാധവനെ അറിയിച്ചു. മാധവൻ, കിരീടം തകർത്ത ഗ്ലാസ് കഷണങ്ങളിൽ നിന്ന് എനിക്ക് 2 തരം ഫൈബറുകൾ ലഭിച്ചു. ഒന്ന് നമ്മൾ കണ്ടെത്തിയ ശ്രീദേവിയുടെ പട്ടുസാരിയിൽ നിന്നുള്ള സ്വർണ്ണ ഇഴ, മറ്റൊന്ന് വളരെ ചെറുതും കട്ടിയുള്ളതുമായ പരുപരുത്ത ചണനൂലാണ്. ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് പഴയ ചാക്കുകളിലോ അതല്ലെങ്കിൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള കയറുകളിലോ ആണ്. മാധവൻ്റെ കണ്ണുകൾ വീണ്ടും മിന്നി. ചണനൂലോ? മ്യൂസിയം പോലുള്ള ആഡംബര സ്ഥലങ്ങളിൽ ഇത്തരമൊരു നൂലിന് സ്ഥാനമില്ല. ഇത് സൂചിപ്പിക്കുന്നത് കിരീടം മോഷ്ടിക്കപ്പെട്ട ശേഷം അത് പൊതിയാൻ ഈ ചണനൂൽ ഉപയോഗിച്ചിരിക്കാം. അതല്ലെങ്കിൽ ഇത് ചണനൂൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏതോ ഒരു സാധനം മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നു എന്നാകാം. അവൻ വേഗത്തിൽ സ്റ്റോർ റൂമിലേക്ക് മടങ്ങി. ഭാസ്കരൻ്റെ ഡയറി കണ്ടെത്തിയ തടിപ്പെട്ടി മാറ്റി നോക്കി. അതിൻ്റെ താഴെ തറയിൽ ചെറിയ മണൽത്തരികൾ ചിതറിക്കിടന്നിരുന്നു. മ്യൂസിയത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇല്ലാത്ത തരം മണൽത്തരികൾ. കൂടാതെ ആ ഭാഗത്തെ തറയുടെ അറ്റത്ത് ചണനൂലുകൾ കൊണ്ട് തുന്നിയ ഒരു കട്ടിയുള്ള മാട്രസ് സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ നേരിയ പാടുകളും അവൻ കണ്ടു. വിജയ്, ഡോക്ടർ ഹരിലാലിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കായംകുളമല്ല. അത് നമ്മളെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമായിരുന്നു. കായംകുളം എന്ന വാക്ക് ഫ്ലോപ്പി ഡിസ്കിൽ എഴുതി ചേർത്തത് അയാൾ ഒളിപ്പിച്ച സ്ഥലത്തേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെത്താതെ നോക്കാനാണ്. മാധവൻ ഭൂപടം വീണ്ടും എടുത്തു. തല കീഴായ ത്രികോണത്തിനുള്ളിലെ താമര ചിഹ്നം. അവൻ ആ ചിഹ്നത്തെ മ്യൂസിയത്തിൻ്റെ രൂപരേഖയുമായി താരതമ്യം ചെയ്തു. താമരയുടെ മുദ്ര ക്ഷേത്രങ്ങളെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, ജലാംശമുള്ള സ്ഥലത്തെയും സൂചിപ്പിക്കാം. ഈ മ്യൂസിയത്തിൻ്റെ രൂപരേഖയിൽ സ്റ്റോർ റൂമിന് തൊട്ടു താഴെ വർഷങ്ങളായി ഉപയോഗിക്കാത്ത ഒരു പഴയ ജലസംഭരണി ഉണ്ടായിരുന്നു. അത് ഒരു കിണറോ അതല്ലെങ്കിൽ രഹസ്യ അറയോ ആകാം. അവൻ ചണനൂലിൻ്റെയും മണലിൻ്റെയും സാന്നിധ്യം വെച്ച് നിഗമനത്തിലെത്തി. ഡോക്ടർ ഹരിലാൽ കിരീടം മോഷ്ടിച്ചത് അത് വ്യാജമാണെന്ന് തെളിയിക്കുന്ന യഥാർത്ഥ തെളിവുകൾ കിരീടത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥ കിരീടം ഒരുപക്ഷെ ഒരിക്കലും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല. മാധവൻ്റെ പുതിയ കണ്ടെത്തൽ വിജയിയെ അമ്പരപ്പിച്ചു. കിരീടം മോഷ്ടിക്കപ്പെട്ടിട്ടില്ല, മറിച്ച് അത് വ്യാജമാണെന്ന്
തെളിയിക്കുന്ന തെളിവുകൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. വിജയ് ഉടൻ തന്നെ മ്യൂസിയത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ വിളിച്ച് സ്റ്റോർ റൂമിന് താഴെയുള്ള പഴയ ജലസംഭരണിയെക്കുറിച്ച് അന്വേഷിച്ചു. വിജയുടെ സംഘം സ്റ്റോർ റൂമിൻ്റെ തറയിൽ ഭാസ്കരൻ്റെ ഡയറി കണ്ടെത്തിയ തടിപ്പെട്ടിയുടെ സ്ഥാനത്ത് വിദഗ്ധരുടെ സഹായത്തോടെ ഒരു ചെറിയ മറ കണ്ടെത്തി. മറ നീക്കിയപ്പോൾ അതിനുള്ളിൽ താഴേക്ക് പോകുന്ന തുരുമ്പിച്ച ഇരുമ്പുപടികൾ. മാധവനും വിജയും ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ താഴേക്കിറങ്ങി. അത് വളരെ പഴയ കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഒരു ചെറിയ ജലസംഭരണിയായിരുന്നു. അതിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചെളി കലർന്ന വെള്ളം കെട്ടി നിൽക്കുന്നു. ചുവരുകളിൽ പായൽ പിടിച്ചിരുന്നു. അന്തരീക്ഷം തണുപ്പും ഈർപ്പവും നിറഞ്ഞതായിരുന്നു. സംഭരണിയുടെ ഒരു മൂലയിൽ മാധവൻ്റെ ടോർച്ച് വെളിച്ചത്തിൽ ഒരു വസ്തു തിളങ്ങി. ചണനൂലുകൾ ഉപയോഗിച്ച് ഭദ്രമായി കെട്ടിയ ഒരു ചെറിയ തടിപ്പെട്ടിയായിരുന്നു അത്. കൂടാതെ അതിന് സമീപം തറയിൽ ചെളിയിൽ പുതഞ്ഞ ഒരു ജോഡി കയ്യുറകൾ കിടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ രഹസ്യാറ വിജയ്, മാധവൻ പറഞ്ഞു. ഈ കയ്യുറകൾ ഡോക്ടർ ഹരിലാൽ ജലസംഭരണിയിൽ പെട്ടി ഇറക്കാൻ ഉപയോഗിച്ചതാണ്. കൂടാതെ ഈ പെട്ടിയിൽ നിന്നായിരിക്കണം നമ്മൾ കണ്ടെത്തിയ ചണനൂൽ ഇഴ കിരീടത്തിൻ്റെ പെട്ടിയിൽ വീണത്. അഥവാ തെളിവുകൾ മായ്ക്കാനുള്ള ധൃതിയിൽ അയാൾക്ക് പറ്റിയ പിഴവുകൾ. അവർ ആ പെട്ടി തുറന്നു. പ്രതീക്ഷിച്ചതുപോലെ അതിനുള്ളിൽ മോഷ്ടിക്കപ്പെട്ട ആദിത്യവർമ്മൻ്റെ കിരീടം ഇല്ലായിരുന്നു. പകരം അതിനുള്ളിൽ 2 വസ്തുക്കൾ ഉണ്ടായിരുന്നു. മാതൃകാ കിരീടത്തിൻ്റെ ഒരു ഭാഗം, കിരീടത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ചെറിയ കഷണം. അതിൽ സ്വർണം പൂശിയതിൻ്റെ പാടുകൾ വ്യക്തമായിരുന്നു. അത് അകത്ത് ചെമ്പാണെന്ന് തെളിയിച്ചു. 2 ചെറിയൊരു കൈയെഴുത്തുകുറിപ്പ്, വ്യാജം, സ്ഥാപിച്ചത് 1985. രഹസ്യം ഒളിപ്പിച്ചത് കിരീടത്തിൻ്റെ പാദത്തിലെ അറയിൽ. അപ്പോൾ നമ്മുടെ നിഗമനം ശരിയായിരുന്നു. മാധവൻ കിരീടത്തിൻ്റെ കഷണത്തിലേക്ക് നോക്കി പറഞ്ഞു. ഈ കിരീടം ഒരു വ്യാജമായിരുന്നു. 1985 ഇത് മ്യൂസിയത്തിൽ വെച്ചപ്പോൾ തന്നെ യഥാർത്ഥ കിരീടം മാറ്റിയിരിക്കുന്നു. ആദിത്യവർമ്മൻ്റെ യഥാർത്ഥ കിരീടം ഇപ്പോഴും എവിടെയോ രഹസ്യമായി ഉണ്ട്. വിജയ്ക്ക് കിട്ടിയ വിവരങ്ങളുമായി മാധവൻ ഡോക്ടർ ഹരിലാലിൻ്റെ ഭാര്യ ശ്രീദേവിയുടെ അടുത്തേക്ക് പോയി. ചോദ്യം ചെയ്യലിൻ്റെ മുറിയിൽ വെച്ച് ശ്രീദേവിയെ ഈ തെളിവുകൾ കാണിച്ചപ്പോൾ അവൾ തകർന്നുപോയി. ശ്രീദേവി സത്യം വെളിപ്പെടുത്തി. എൻ്റെ ഭർത്താവിൻ്റെ മുത്തച്ഛനാണ് 1985 മ്യൂസിയത്തിൽ ഈ വ്യാജ കിരീടം സ്ഥാപിച്ചത്. യഥാർത്ഥ കിരീടം ആദിത്യവർമ്മൻ്റെ കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്താണ്. അത് മ്യൂസിയത്തിന് വിൽക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ഭാസ്കരൻ, അവൻ്റെ അച്ഛനാണ് ആ സമയത്തെ കാവൽക്കാരൻ. അവർക്കറിയാമായിരുന്നു കിരീടം വ്യാജമാണെന്ന്. അപ്പോൾ ഡോക്ടർ ഹരിലാൽ എന്തിനാണ് കിരീടം മോഷ്ടിച്ചത്? മാധവൻ ചോദിച്ചു. വർഷങ്ങളായി യഥാർത്ഥ കിരീടം എവിടെയാണെന്ന് കണ്ടെത്താൻ ഹരിലാൽ ശ്രമിക്കുകയായിരുന്നു. കിരീടത്തിൻ്റെ പാദത്തിലെ അറയിൽ രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അവൻ വ്യാജ കിരീടം തകർത്ത് ആ അറ പരിശോധിക്കാൻ ശ്രമിച്ചത്. ഒപ്പം ശ്രദ്ധ മാറ്റാൻ വേണ്ടി മോഷണം നാടകം കളിച്ചതും. ഭാസ്കരൻ ഇത് കണ്ടു. അവനെ ഭീഷണിപ്പെടുത്തി. അപ്പോഴാണ് നിയന്ത്രണം വിട്ട് ഹരിലാൽ ഭാസ്കരനെ കൊന്നത്. ശ്രീദേവി വിങ്ങിപ്പൊട്ടി. അയാൾ ഒളിച്ചിരിക്കുന്നത് കായംകുളത്തല്ല. അയാൾ പേടിച്ചിരിക്കുകയാണ്. അയാൾ മ്യൂസിയത്തിൻ്റെ സമീപത്തുള്ള പഴയ ഒരു കെട്ടിടത്തിലാണ് ഒളിച്ചിരിക്കുന്നത്. ശ്രീദേവിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് വിജയ് തോമസ് മാധവനുമായി ചേർന്ന് ഡോക്ടർ ഹരിലാൽ ഒളിച്ചിരിക്കുന്ന കെട്ടിടത്തിലേക്ക് തിരിച്ചു. അത് മ്യൂസിയത്തിന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള വളരെ പഴക്കമുള്ളതും ആളൊഴിഞ്ഞതുമായ ഒരു പുരാതന തറവാടായിരുന്നു. ഹരിലാലിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യ സ്വത്തായിരുന്നു ആ തറവാട്. മാധവൻ കെട്ടിടത്തിൻ്റെ മുൻവശത്തെ വാതിൽ ശ്രദ്ധിച്ചു. വാതിലിൻ്റെ താഴെ തലേന്നത്തെ മഴവെള്ളം ഉണങ്ങിയതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. അതിൽ ശ്രദ്ധിക്കപ്പെടാത്ത ബൂട്ടിൻ്റെ നേരിയ പാടുകൾ. ഇത് മ്യൂസിയത്തിൻ്റെ പിൻഭാഗത്ത് കണ്ട അതേ ബൂട്ടിൻ്റെ പാടുകളായിരുന്നു. വിജയ്,
ഡോക്ടർ ഹരിലാൽ ഇവിടെയുണ്ട്, മാധവൻ കുറിച്ചു. അവൻ്റെ ലക്ഷ്യം യഥാർത്ഥ കിരീടം കണ്ടെത്തുക എന്നതായിരുന്നു. അതിലൂടെ അവകാശപ്പെട്ട കുടുംബസ്വത്ത് തിരികെ നേടുക. അവർ തറവാടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. അകത്ത് എല്ലാ വസ്തുക്കളും പൊടി പിടിച്ച് കിടന്നിരുന്നു. ലൈറ്റുകൾ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. അവർ മുകളിലത്തെ നിലയിൽ താക്കോലിട്ട് പൂട്ടിയ ഒരൊറ്റ മുറി ലക്ഷ്യമാക്കി നീങ്ങി. വിജയുടെ സംഘം വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോൾ മുറിയുടെ നടുവിൽ തറയിൽ ഇരിക്കുന്ന ഡോക്ടർ ഹരിലാലിനെയാണ് കണ്ടത്. അയാൾ വളരെ ക്ഷീണിതനും ഭയവിഹ്വലനുമായിരുന്നു. ചുറ്റും ചിതറിക്കിടക്കുന്നത് പഴയ രേഖകളും ഗ്രന്ഥങ്ങളുമാണ്. നിങ്ങൾ മംഗലാപുരത്തേക്ക് പോയില്ലേ ഡോക്ടർ? മാധവൻ ശാന്തമായി പറഞ്ഞു. ഹരിലാൽ തലയുയർത്തി. കണ്ണുകൾ ചുവന്നിരുന്നു. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ കിരീടത്തിൻ്റെ രഹസ്യം കണ്ടെത്തി. എൻ്റെ മുത്തശ്ശൻ ചെയ്ത തെറ്റ് തിരുത്താൻ ഞാൻ ആഗ്രഹിച്ചു. അവൻ മുന്നിലുള്ള ഒരു വലിയ തടി കൊണ്ടുള്ള പെട്ടിയിലേക്ക് വിരൽ ചൂണ്ടി. ഭാസ്കരൻ, അവൻ സത്യം കണ്ടുപിടിച്ചു. അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ നിയന്ത്രണം വിട്ട് അവനെ കൊന്നു. പക്ഷേ കിരീടം എവിടെയാണെന്ന് അവൻ എനിക്ക് വേണ്ടി പറഞ്ഞിരുന്നു. അതിനുള്ളിൽ വ്യാജ കിരീടത്തിൻ്റെ അടിയിലെ അറയിൽ യഥാർത്ഥ കിരീടം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്കുള്ള സൂചനയുണ്ട്. മാധവൻ തലയാട്ടി. അതെ, കിരീടം വ്യാജമാണെന്നും യഥാർത്ഥ രഹസ്യം പാദത്തിലെ അറയിലാണെന്നും നിങ്ങൾ കണ്ടെത്തി. എന്നാൽ നിങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിച്ചത് യഥാർത്ഥ കിരീടമല്ല ഡോക്ടർ. നിങ്ങൾ മോഷ്ടിച്ചത് നിങ്ങളുടെ മുത്തച്ഛൻ 1985 മ്യൂസിയത്തിൽ വെച്ച വ്യാജ കിരീടമാണ്. നിങ്ങൾ അത് തകർത്ത് പാദത്തിലെ അറ കണ്ടെത്താൻ ശ്രമിച്ചു. മാധവൻ ഡോക്ടർ ഹരിലാലിൻ്റെ അടുത്തേക്ക് നടന്നു. നിങ്ങൾ കൊലപാതകിയായി മാറി ഡോക്ടർ. കിരീടത്തിൻ്റെ പാദത്തിലെ അറയിൽ യഥാർത്ഥ കിരീടം ഒളിപ്പിച്ചു വെച്ച സ്ഥലം സംബന്ധിച്ച് ഒരു കവിത എഴുതി വച്ചിരുന്നു. ആ കവിത നിങ്ങൾ വർഷങ്ങളായി ഗവേഷണം ചെയ്ത നിങ്ങളുടെ കുടുംബത്തിൻ്റെ പഴയ പുസ്തകശാലയിലെ രഹസ്യ അറയെക്കുറിച്ചായിരുന്നു. ഹരിലാൽ വിറയ്ക്കാൻ തുടങ്ങി. അല്ല, ഞാൻ... മാധവൻ ആ തറവാട്ടിലെ മുറിയുടെ ഒരു മൂലയിലേക്ക് നടന്നു. അവിടെയുള്ള പഴയൊരു അലമാരയിലേക്ക് വിരൽ ചൂണ്ടി. അലമാരയിൽ പഴയ പുസ്തകങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക താളത്തിൽ ചുവന്ന നൂൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. മാധവൻ ആ പുസ്തകം പുറത്തെടുത്തു. അതൊരു പുരാതന ജ്യോതിഷ ഗ്രന്ഥമായിരുന്നു. ആ പുസ്തകത്തിൻ്റെ നടുവിലെ താൾ മറിച്ചപ്പോൾ പേജുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു നേർത്ത സ്വർണ്ണ കടലാസ് അവൻ കണ്ടെടുത്തു. മാധവൻ അത് തുറന്ന് വായിച്ചു. 5-ാം നക്ഷത്രം ഉദിക്കുമ്പോൾ നിഴലുകൾ ഒന്നിക്കുന്നിടത്ത് യഥാർത്ഥ രാജകീയം നിദ്ര കൊള്ളുന്നു. അവൻ ഹരിലാലിനെ നോക്കി. നിങ്ങളുടെ മുത്തച്ഛൻ വ്യാജ കിരീടം ഒളിപ്പിച്ച ശേഷം യഥാർത്ഥ കിരീടം ഇവിടെ ഒളിപ്പിച്ചു. ഡോക്ടർ ഹരിലാൽ തളർന്ന് തറയിലിരുന്നു. മാധവൻ കണ്ടെത്തിയ സ്വർണ്ണ കടലാസിലെ സൂചന താൻ വർഷങ്ങളായി തിരഞ്ഞ യഥാർത്ഥ രഹസ്യമായിരുന്നു. കിരീടം എവിടെയാണെന്ന് ഉറപ്പായതോടെ കേസിൻ്റെ ചുരുളുകൾ അഴിയുകയായിരുന്നു. 5-ാം നക്ഷത്രം ഉദിക്കുമ്പോൾ മാധവൻ സൂചന ആവർത്തിച്ചു. 5-ാം നക്ഷത്രം അഥവാ 5-ാമത്തെ ഗ്രഹണം അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം എന്നതിനപ്പുറം ഈ തറവാട്ടിലെ ഒരു പ്രത്യേക അടയാളമായിരിക്കാം. ഈ മുറിയിൽ കിഴക്ക് ദിശയിലുള്ള ജനലുകൾ മാത്രം എണ്ണുമ്പോൾ 5-ാമത്തേതിലൂടെ സൂര്യരശ്മി പതിക്കുന്ന സ്ഥലം. മാധവനും വിജയും മുറിയിലെ ജനലുകൾ എണ്ണി കിഴക്ക് ദിശയിലുള്ള 5-ാമത്തെ ജനൽ കണ്ടെത്തി. ആ ജനലിന് നേരെ മുറിയുടെ ചുവരിൽ പുസ്തക തട്ടുകൾ ഇല്ലാത്ത ഒരു ഭാഗം ശ്രദ്ധിച്ചു. നിഴലുകൾ ഒന്നിക്കുന്നിടത്ത്, വിജയ് പതുക്കെ പറഞ്ഞു. മാധവൻ ആ ചുമരിലെ ഒരു പ്രത്യേക കല്ലിൽ ശ്രദ്ധയോടെ അമർത്തി. അതൊരു ചെറിയ താക്കോൽ പാടായിരുന്നു. ഡോക്ടർ ഹരിലാലിൻ്റെ കയ്യിലുണ്ടായിരുന്ന മ്യൂസിയത്തിലെ സ്റ്റോർ റൂം തുറക്കാൻ ഉപയോഗിച്ച പുതിയ താക്കോൽ ഉപയോഗിച്ച് ആ അറ തുറക്കാൻ ശ്രമിച്ചു. ശരിയാണ് വിജയ്, മ്യൂസിയത്തിലെ സ്റ്റോർ റൂമിൻ്റെ താക്കോൽ അവൻ ഉണ്ടാക്കിയതാണ്. ഈ തറവാട്ടിലെ രഹസ്യ അറ തുറക്കാൻ വേണ്ടിയാണ് യഥാർത്ഥ ലക്ഷ്യം ഈ അറയായിരുന്നു, മാധവൻ വിശദീകരിച്ചു. താക്കോൽ തിരിഞ്ഞതും ചുമരിലെ കല്ല് പതുക്കെ അകത്തേക്ക് മാറി.
അതിനുള്ളിൽ കട്ടിയുള്ള തടിയും സ്വർണം പൂശിയ ലോഹവും കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ പെട്ടിയുണ്ടായിരുന്നു. മാധവൻ പെട്ടി തുറന്നു. അതിനുള്ളിൽ വ്യാജ കിരീടത്തിനേക്കാൾ പ്രൗഢവും മനോഹരവുമായ യഥാർത്ഥ ആദിത്യവർമ്മൻ്റെ കിരീടം പ്രഭ ചൊരിഞ്ഞു. കിരീടം കണ്ടെത്തി. ഡോക്ടർ ഹരിലാലിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. തൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാനും യഥാർത്ഥ കിരീടം വീണ്ടെടുക്കാനുമുള്ള ആഗ്രഹമാണ് ഒരു പ്രശസ്ത ഗവേഷകനെ കൊലപാതകിയാക്കിയത്. ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ഓഫീസിലിരുന്ന് മാധവൻ വിജയിയോട് പറഞ്ഞു, ഭാസ്കരൻ്റെ മരണം ഒഴിവാക്കാമായിരുന്നു വിജയ്. അയാൾ മ്യൂസിയത്തിലെ ഒരു ചെറിയ പണക്കാരൻ മാത്രമായിരുന്നില്ല, മറിച്ച് സത്യത്തിൻ്റെ കാവൽക്കാരനായിരുന്നു. അയാളുടെ കയ്യിലെ നെല്ലിക്ക കൊലയാളി ഞങ്ങളെ വഴിതിരിച്ചുവിടാൻ ഇട്ടതാണെങ്കിലും അത് അയാളുടെ അവസാന നിമിഷത്തെ നിശബ്ദമായ നിലവിളിയായിരുന്നു. നമ്മൾ അന്വേഷിച്ചത് നഷ്ടപ്പെട്ട കിരീടത്തെക്കുറിച്ചല്ല, മറിച്ച് നഷ്ടപ്പെട്ട ധാർമ്മികതയെക്കുറിച്ചാണ്. വിജയ് തലയാട്ടി. മാധവൻ ചായക്കപ്പിലേക്ക് നോക്കി. ചുണ്ടിലൊരു നേരിയ ചിരി. മറ്റൊരു നിഗൂഢതയിലേക്ക് വിട നൽകി അടുത്ത വെല്ലുവിളിക്കായി കാത്തിരിക്കുന്നു.